ഹായ് കൂട്ടുകാരെ, കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? ഇന്നത്തെ കഥയുടെ പേരാണ് കൂണിന്റെ അടിയിൽ. കഥയ്ക്ക് മുമ്പേ ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഒരു കൂണ് വളരാൻ എത്ര സമയമെടുക്കും? കൂട്ടുകാർക്ക് കൂണിനെ പറ്റി എന്തൊക്കെ അറിയാം? നമുക്ക് കഥയിലൂടെ എന്തൊക്കെ മനസ്സിലാക്കാമെന്ന് നോക്കാം. കഥയിലേക്ക് നോക്കാം. ഒരു ദിവസം കാട്ടിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉറുമ്പ് ആ മഴയത്ത് നനഞ്ഞ് എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. അത് ചുറ്റും നോക്കി. അതാ ഒരു കൊച്ചു കൂണ്, ദൂരെ ഒരു ചെറിയ ചുമന്ന കൂണ് നിൽക്കുന്നു. ഓടി അതിൻ്റെ അടിയിൽ പോയിരിക്കാം, മഴ കൊള്ളണ്ടല്ലോ, ഉറുമ്പ് വിചാരിച്ചു. മഴ മാറുന്നതും കാത്ത് ഉറുമ്പ് ആ കൂണിന്റെ അടിയിൽ ഇരിപ്പായി. മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നനഞ്ഞൊലിച്ച് ദൂരെ നിന്ന് അതാ ഒരു ചിത്രശലഭം വരുന്നു. എന്നെ പോലെ തന്നെ അവളും സ്ഥലം നോക്കി വരികയായിരിക്കും, ഉറുമ്പ് വിചാരിച്ചു. അപ്പോഴതാ ചിത്രശലഭം ഇങ്ങനെ ചോദിച്ചു, ഉറുമ്പേ, ദയവ് ചെയ്ത് എന്നെ കൂടെ ആ കൂണിന്റെ അടിയിൽ ഇരുത്താമോ? ഞാൻ ആകെ നനഞ്ഞൊലിച്ചിരിക്കുകയാണ്. ചിത്രശലഭം ഉറുമ്പിനോട് ചോദിച്ചു. ഉറുമ്പ് ചുറ്റും നോക്കി. സ്ഥലം വളരെ കുറവാണ്, പക്ഷെ ഞാൻ എങ്ങനെ അത് പറയും? അവളും നനഞ്ഞിരിക്കുകയല്ലേ, ഉറുമ്പ് വിചാരിച്ചു. ചിത്രശലഭം നടന്നു ചെന്ന് കൂണിന്റെ അടിയിൽ കയറിയിരുന്നു. വീണ്ടും മഴ തുടർന്നുകൊണ്ടേയിരുന്നു. ഉറുമ്പും ചിത്രശലഭവും കൂണിന്റെ അടിയിൽ മഴ കൊള്ളാതെ ഇങ്ങനെ ഇരിപ്പായി. ഞാനും നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടെ. ദാ വീണ്ടും ഒരു ശബ്ദം. ആരുടെയാ? ചുണ്ടലി. ഒരു ചുണ്ടലി മഴ നനഞ്ഞൊലിച്ചു വരുവാണ്. ചുണ്ടലി വീണ്ടും ചോദിച്ചു, ഞാനും ഇരുന്നോട്ടെ നിങ്ങളുടെ കൂടെ? മഴ കൊള്ളണ്ടല്ലോ, ഞാനും ആകെ നനഞ്ഞൊലിച്ചിരിക്കുകയാണ്, ചുണ്ടലി വീണ്ടും പറഞ്ഞു. പക്ഷെ ഇവിടെ സ്ഥലമില്ലല്ലോ, ചിത്രശലഭവും ഉറുമ്പും ഉറക്കെ പറഞ്ഞു. വീണ്ടും ചുണ്ടലി മുന്നോട്ട് നടന്നു. വീണ്ടും ചോദിച്ചു, ദയവായി എന്നെ കൂടെ ഇരുത്തൂ, എനിക്കിനി നടക്കാൻ വയ്യ. ശരി, നീ കൂടെ വന്നോളൂ. ചുണ്ടലി നടന്ന് കൂണിന്റെ അടിയിൽ കയറിയിരുന്നു. അങ്ങനെ കൂണിന്റെ അടിയിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? ചുണ്ടലി, ചിത്രശലഭം, ഉറുമ്പ്. അവർ മഴ നോക്കി കൂണിന്റെ അടിയിൽ ഇരിപ്പായി. വെയിൽ വരുന്നതും കാത്ത് ഇരിക്കാം അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു ശബ്ദം, ഒരു കുരുവിയുടെ. എൻ്റെ തൂവൽ മുഴുവൻ നനഞ്ഞു, എനിക്ക് ഇത്തിരി ഇടം തരാമോ? എനിക്കിനി പറക്കാൻ വയ്യ. നിങ്ങൾ ഇത്തിരി സ്ഥലം തന്നാൽ ഞാൻ അവിടെ മഴ നനയാതെ ഇരിക്കാമല്ലോ. ദയവ് ചെയ്തു നീങ്ങൂ. അത് കേട്ട് ദയ തോന്നി നമ്മുടെ 3 പേരും, ചുണ്ടലിയും ചിത്രശലഭവും ഉറുമ്പും അല്പം നീങ്ങിയിരുന്നു. അങ്ങനെ കുരുവി കൂടെ നമ്മുടെ കൂണിന്റെ അടിയിൽ ഇരിപ്പായി. അങ്ങനെ 4 പേരും മഴ മാറുന്നതും നോക്കി വീണ്ടും ഇരിപ്പായി. പെട്ടെന്ന് അതാ ഒരു ശബ്ദം, അയ്യോ, എന്നെ രക്ഷിക്കണേ, കുറുക്കൻ എന്റെ പിന്നാലെയുണ്ടേ. ആരാ അത്? ഒരു മുയൽ, പാവം മുയൽ, ഉറുമ്പ് പറഞ്ഞു. അതിനെ ഇപ്പോൾ കുറുക്കൻ പിടിക്കും, നമുക്ക് ഒളിപ്പിക്കാം. മുയൽ ഓടി വന്ന് കൂണിന്റെ പുറകിൽ ഇരുന്നു. നമുക്ക് കുറച്ച് ഞെരുങ്ങിയിരുന്ന് കുറുക്കൻ വന്നാൽ കാണാതെ ഇവളെ ഒളിപ്പിക്കാം, ഉറുമ്പ് പറഞ്ഞു. ശരി, അങ്ങനെ അവർ ഒളിപ്പിച്ചു. കുറുക്കൻ ഓടിയെത്തി. അധികം താമസിയാതെ അത് അവിടെ മുഴുവൻ മണപ്പിച്ചു നടക്കാൻ തുടങ്ങി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കുറുക്കൻ ചോദിച്ചു. ഒരു മുയൽ ഇങ്ങോട്ട് വന്നായിരുന്നല്ലോ, കുറുക്കൻ പറഞ്ഞു. ഇല്ല, ഇവിടെ ആരും വന്നില്ല, ഞങ്ങളെ കണ്ടില്ലേ, ഞങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ, അവർ 4 പേരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. കുറുക്കന് ദേഷ്യത്തോടെ ആണെങ്കിലും വാലും ചുരുട്ടി അത് നടന്നുപോയി. 4 പേരും സമാധാനിച്ചു. നീ പേടിക്കണ്ട കേട്ടോ, അവർ മുയലിനോട് പറഞ്ഞു. പതുക്കെ വെയിൽ വന്നു, മഴ മാറി, അവർക്ക് സന്തോഷമായി പുറത്തേക്കിറങ്ങി. കണ്ടോ, എല്ലാവരും സന്തോഷത്തിൽ തുള്ളിച്ചാടി നിൽക്കുകയാണ്. കുറുക്കനൊക്കെ പോയി, മഴ മാറി, വെയിൽ വന്നു. പക്ഷെ ഉറുമ്പിനൊരു സംശയം. ഞാൻ ആദ്യം വന്നപ്പോൾ ഈ കൂടിന്റെ അടിയിൽ എനിക്കിരിക്കാൻ പോലും കഷ്ടിച്ച സ്ഥലമായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇത്രയും വലുതായി ഇപ്പൊ കൂൺ? ഞങ്ങൾ 5 പേരും ഈ കൂണിന്റെ അടിയിൽ എങ്ങനെയിരുന്നു? അപ്പോൾ അതാ കൂണിന്റെ മേളിൽ നിന്നൊരു ശബ്ദം, പോക്രോം പോക്രോം. ഒരു തവളച്ചൻ അട്ടഹസിച്ച് ചിരിക്കുന്നു. അവൾക്ക് എന്തോ മനസ്സിലായി. അപ്പോഴാണ് ഇവരൊക്കെ ആലോചിക്കുന്നത്, കൂണ് പെട്ടെന്ന് വളരില്ലേ? ഇവർ കയറിയിരുന്നപ്പോൾ മഴയല്ലായിരുന്നോ? ഇപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞില്ലേ, കൂണ് വളർന്നു. അങ്ങനെ അവർക്കെല്ലാം ഇരിക്കാൻ സ്ഥലം കിട്ടി. എല്ലാവർക്കും കാര്യം മനസ്സിലായി. അവർ മുഖത്തോട് മുഖം നോക്കി ചിരിക്കാൻ തുടങ്ങി. കൂട്ടുകാർക്ക് കാര്യം മനസ്സിലായോ? കൂണ് പെട്ടെന്ന് വളരും. അങ്ങനെയാണ് അവർക്ക് എല്ലാവർക്കും ഓരോരുത്തരായി കയറിയപ്പോൾ സ്ഥലം കിട്ടിയത്. എങ്ങനെയുണ്ട്? കഥ ഇഷ്ടമായോ? പറയണേ. കൂണിന്റെ അടിയിൽ നിന്നുള്ള ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്തൊക്കെ മനസ്സിലായെന്ന് താഴെ കമന്റ് ചെയ്യണേ. അടുത്തത് ഏത് കഥ വേണം? നിങ്ങൾക്ക് എങ്ങനത്തെ കഥകളാണ് ഇഷ്ടം എന്ന് പറയണേ. താങ്ക് യു. ബൈ ബൈ.